Good evening, students. Welcome to a lecture series of quantum mechanics. Previous lectures we have quantum dynamics and topic discuss ഒരു സിസ്റ്റത്തിന്റെ ഡൈനാമിക്സ് ടൈം എവല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ഉപയോഗിച്ച് നമ്മൾ രണ്ട് തരം പിക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. ഷ്രോഡിഞ്ചർ പിക്ചറും ഹൈസൻബർഗ് പിക്ചറും അതേപോലെ തന്നെ ഇന്ററാക്ഷൻ പിക്ചർ മറ്റൊരു പിക്ചറും ഉണ്ട്. എങ്കിലും ജനറലി ഷ്രോഡിഞ്ചർ പിക്ചറും ഹൈസൻബർഗ് പിക്ചറും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും ഹൈസൻബർഗ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ഹൈസൻബർഗ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏകദേശം 1925 നമ്മളുടെ ആദ്യമായി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ മാട്രിക്സ് മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിരുന്നത് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ അതിന് പാരലായിട്ട് തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയും ആ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ, ഡൈനാമിക്സ്, ടൈം എവല്യൂഷൻ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഷ്രോഡിഞ്ചേഴ്സ് വേവ് ഇക്വേഷൻ നോർമലി ഏത് ടെക്സ്റ്റ് ബുക്കുകളുടെയും ഏത് ക്വാണ്ടം മെക്കാനിക്കൽ ടെക്സ്റ്റ് ബുക്കുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇൻ ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം ആൻഡ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം ഉണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമിലുള്ള ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ സ്റ്റേറ്റ് കെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയുന്നതാണ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, Schrodinger equation for state ket. I h cross dou by dou t of ket alpha t0 is equal to semicolon t plus h ket alpha t0 is equal to 0 semicolon t. State ket ആണ് നമ്മൾ എഴുതിയത്. അതേപോലെ തന്നെ യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ റിലേഷനും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ എച്ച് ക്രോസ് ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് യു. ഇത് സ്റ്റേറ്റ് കെറ്റിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനും ഇത് ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, പൊസിഷൻ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, പൊസിഷൻ സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിറ്റുവേഷൻസിൽ രണ്ട് രീതിയിൽ ഇക്വേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോമും മറ്റൊന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമും. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറയും. സ്റ്റേഷനറി സ്റ്റേറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ റിലേഷൻസ് വരുന്നത്. അത് അപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമാണ്. We are going to explicitly derive the time dependent Schrodinger wave equation, time dependent form. So in this case you consider a state ket at a time t as ket alpha t0 is equal to 0 അല്ലെങ്കിൽ 0 എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, t ഇങ്ങനെ രൂപത്തിൽ എഴുതാം. ഇനീഷ്യൽ ടൈം 0 എന്ന് എടുക്കാം, 0 എന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഒരു സ്റ്റേറ്റ് കെറ്റ് ആണ്. കാരണം എന്താ, ഷ്രോഡിഞ്ചർ പിക്ചറിൽ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി കെറ്റ് ആൽഫ t0 is equal to 0 ആയിരുന്നു. അത് മോഡിഫൈ ചെയ്ത് കെറ്റ് ആൽഫ t0 is equal to 0 സെമിക്കോളൻ t സമയത്ത് എത്തുമ്പോൾ വേവ് സ്റ്റേറ്റ് കെറ്റ് മാറുന്നു. സ്റ്റേറ്റ് കെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഷ്രോഡിഞ്ചർ പിക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ് റെപ്രസെൻറ്റേഷനിലുള്ള വേവ് ഫംഗ്ഷൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ബുക്സുകളിലൊക്കെ കാണുന്ന വേവ് ഫംഗ്ഷനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് കെറ്റിൻ്റെ എക്സ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ, എക്സ് റെപ്രസെൻറ്റേഷൻ of the state ket
which is the wave function in position space. അത് വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് psi of x prime t എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് കെറ്റ് ആൽഫയുടെ ഇന്നർ പ്രോഡക്റ്റ് വിത്ത് ബ്രാ എക്സ് പ്രൈം വെച്ചിട്ട് ഇന്നർ പ്രോഡക്റ്റ് എടുക്കുക. കെറ്റ് ആൽഫ t0 is equal to 0 semicolon t. This is the wave function in position space. ഇതാണ് നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്സിന്റെ മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും വേവ് ഫംഗ്ഷൻ എന്നുള്ള രൂപത്തിൽ എഴുതുന്നത് ഇതാണ്. അതായത് സ്റ്റേറ്റ് കെറ്റിന്റെ പൊസിഷൻ സ്പേസിലുള്ള ഇത് ഉപയോഗിച്ച് പൊസിഷൻ സ്പേസിലുള്ള വേവ് ഫംഗ്ഷൻ ആണ്, കമ്പോണന്റ് ആണ് നമ്മൾ എഴുതുന്നത്. സോ you can put this as equation number 1. Okay. So psi of x prime t is a function of x prime and t. And what is bra x prime? Bra x prime is the time independent position eigenbra. This is the position eigenbra. Which is time independent. സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് കെറ്റോ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബ്രാ എക്സ് പ്രൈം ഇസ് ദ പൊസിഷൻ ഐഗൻബ്രാ വിച്ച് ഈസ് ടൈം ഇൻഡിപെൻഡന്റ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലി ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ, ദ ഹാമിൽട്ടോണിയൻ ഫോർ എ സിസ്റ്റം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് H is equal to P square divided by 2m plus V of x. This is the kinetic energy and this is the potential energy. So total Hamiltonian എന്ന് പറയുന്നത് kinetic energy ഓപ്പറേറ്ററും potential energy ഓപ്പറേറ്ററും കൂടി ആഡ് ചെയ്തായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, which is equation number 2. Okay, then V of x, നമുക്ക് V of x എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ മാട്രിക്സ് എലമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ബ്രാ എക്സ് ഡബിൾ പ്രൈം V of x ket x prime. V of x into ket x prime is V of x prime ket x prime. Ket x prime is the position eigenket. V of x prime is the eigenvalue. So you can write it as V of x prime bra x double prime ket x prime. So that is equal to V of x prime delta cube of x minus x prime. ഇത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്, ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ ആണ്. ഈ കണ്ടിന്യൂവസ് സ്പെക്ട്രയാണ് പൊസിഷൻ ഐഗൻകെറ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഡിറാക് ഡെൽറ്റ ഫോമിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സോ ദ മാട്രിക്സ് എലമെന്റ് ഫോർ V of x can be represented as in the x representation. The matrix element for V of x is bra x prime V of x ket x prime, that is equal to V of x prime into delta cube of x prime minus x double prime. Okay, then നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആണ്. Function of x only. In all the cases, you cannot write a time independent potential. Generally, you can write that is as V of x t എഴുതാം. അപ്പോൾ ജനറൽ സിറ്റുവേഷൻസിലൊക്കെ V of x t എന്ന് പറയുന്നത് പൊസിഷൻ, അതായത് ടൈമിനെയും പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനറൽ സിറ്റുവേഷൻ ആണ് കൈകാര്യം ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3ത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വ്യത്യാസം വരും. അത് നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കിടക്കുന്നില്ല. അത്തരം സിറ്റുവേഷൻസ് അല്ല നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. വളരെ ലളിതമായിട്ടുള്ള വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പൊസിഷൻ ആണെന്ന് നമുക്ക് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണെന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്റ്റേറ്റ് കെറ്റ് നമുക്ക് ആദ്യം എഴുതാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്റ്റേറ്റ് കെറ്റ്. നമ്മുടെ സ്റ്റേറ്റ് കെറ്റ് എടുത്താണ് കെറ്റ് ആൽഫ T0 is equal to 0 semicolon T. So that can be written as I H cross dou by dou T ket alpha T0 is equal to 0 semicolon T is equal to H ket alpha T0 is equal to 0 semicolon T. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ നമ്പർ 4. എക്സ് റെപ്രസെൻറ്റേഷനിൽ എക്സ് റെപ്രസെൻറ്റേഷൻ എന്ത് വരും? വേവ് ഫംഗ്ഷന്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഐ എച്ച് ക്രോസ് ബ്രാ എക്സ് പ്രൈം ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി കെറ്റ് ആൽഫ T0 is equal to 0 semicolon T is equal to bra x prime H ket alpha T0 is equal to 0 semicolon T. So that can be written as IH cross. നമുക്കറിയാം ഈ ഡോ ബൈ ഡോ ടി അതായത് ബ്രാ എക്സ് പ്രൈം എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം. കാരണം ബ്രാ എക്സ് പ്രൈം എന്ന് പറയുന്നത് ടൈമുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ T0 is equal to 0 semicolon T എന്ന് എഴുതാം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പ്രൊവൈഡഡ് ബ്രാ എക്സ് പ്രൈം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബ്രാ എക്സ് പ്രൈം പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m കെറ്റ് ആൽഫ T0 is equal to 0 semicolon T പ്ലസ് ബ്രാ എക്സ് പ്രൈം വി ഓഫ് എക്സ് get alpha T0 is equal to 0 semicolon T. Okay, which is equation number 5. ഇനി നമുക്ക് ബ്രാ എക്സ് പ്രൈം P square divided by 2m ket alpha T0 is equal to 0 semicolon T എന്ന് പറയുന്നത് 1 by 2m ബ്രാ എക്സ് പ്രൈം ഐ എച്ച് ക്രോസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ആണ് ഹോൾ സ്ക്വയർ ബൈ ആൽഫ T0 is equal to 0 semicolon T. So minus h cross square minus square plus 1 വന്നു I square minus 1 വന്നു minus h cross square divided by 2m into bra x prime del square ket alpha T0 is equal to 0 semicolon T. Okay. അപ്പോൾ നമ്മളുടെ ഈ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ബ്രാ എക്സ് പ്രൈമിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈ ഓപ്പറേറ്റർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഡെൽ സ്ക്വയർ ബ്രാ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ പ്രൈം സ്ക്വയർ എന്ന് കൊടുക്കാം. ബ്രാ എക്സ് പ്രൈം ആൽഫ T0 is equal to 0 semicolon T. ഈ രൂപത്തിലെഴുതാം. കറക്റ്റ് ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. What is bra x prime v of x? എന്ത് വരും? v of x prime bra x prime എന്ന് വരും. So bra x prime v of x
ket alpha t0 is equal to 0 semicolon t is equal to v of x prime bra x prime alpha t0 is equal to 0 semicolon t ket alpha. Okay, which is equation number 7. Substitute 6 and 7 in 5. എന്ത് വരും? 6ഉം 7ഉം 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ substituting equation 6 and 7 in equation number 5 we get എന്ത് കിട്ടും? IH cross dou by dou t of bra x prime ket alpha t0 is equal to 0 semicolon t, that is equal to minus h cross square divided by 2m del prime square bra x prime alpha t is equal to 0 t plus v of x prime bra x prime alpha ket alpha t0 is equal to 0 semicolon t. Okay, so the result will be IH cross dou by dou t of psi of x prime t is equal to minus h cross square divided by 2m del prime square psi of x prime t plus v of x prime psi of x prime t. This is the time dependent form of Schrodinger, which is the famous celebrated time independent form of Schrodinger wave equation. പല ടെക്സ്റ്റ് ബുക്കുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ പല ടെക്സ്റ്റ് ബുക്കുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ടൈം ഡിപ്പെൻഡന്റ് ഫോം ഇവിടെ എഴുതാൻ പറ്റും. IH ക്രോസ് ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഇങ്ങനെ വളരെ ലളിതമായിട്ട് പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇങ്ങനെ IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് സൈ എന്നൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം. നമുക്ക് ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ടൈം എവല്യൂഷനാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമ്മളൊരു എനർജി ഐഗൺ ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. എനർജി നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഫോർ എ സിസ്റ്റം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനർജി ഐഗൺ ഫംഗ്ഷനാണ്. എനർജി ഐഗൺ ഫംഗ്ഷൻസ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേഷനറി സ്റ്റേറ്റുകളെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത്, നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഓപ്പറേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യും, എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്റർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ സ്റ്റേറ്റുകളെ കെറ്റ് എ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ, എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്കും എച്ചിനും both A and H have common set of eigenfunctions. That means set ket A prime is actually the energy eigenfunctions, and these energy eigenfunctions are stationary states, and the time evolution of these stationary states can be written as ket A prime t0 is equal to 0 semicolon t is equal to ket A prime
ഇനീഷ്യൽ ടൈമിൽ കെറ്റ് എ പ്രൈം നമുക്ക് ഇങ്ങനെ എഴുതാം. കെറ്റ് എ പ്രൈം t0 is equal to 0 exponential minus I e a prime t by h cross, where e a prime is the energy eigenvalue. എനർജി ഐഗൺ വാല്യൂ. അപ്പോൾ നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റിൽ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കെറ്റിൻ്റെ ടൈം എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യൽ ടൈമും അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ടൈം എവല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ലളിതമായിട്ട് നമ്മളിവിടെ കെറ്റ് എ പ്രൈം എന്ന് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. കെറ്റ് എ പ്രൈം ഇൻറ്റു exponential minus I e a prime t by h cross, which is equation number 9. നമ്മൾ അവസാനം എഴുതിയ I h cross dou psi by dou t is equal to h psi എന്ന് പറയുന്ന റിലേഷൻ ഇക്വേഷൻ നമ്പർ 8 ആണ് കൊടുത്തത്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇങ്ങനെയൊരു സ്റ്റേറ്റ് ആണെങ്കിൽ, ഇങ്ങനൊരു സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ് റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. bra x prime ket a prime t0 is equal to 0 semicolon t is equal to bra x prime ket a prime exponential minus I e a prime t by h cross എന്ന് എഴുതാം. ഇതാണ് നമ്മൾ psi of x prime t നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് phi of x എന്ന് എഴുതിക്കോ. കാരണം ഇതിലൂടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടൈം വരുന്നില്ല. phi of x into exponential minus I e a prime t by h cross. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ phi എന്നുള്ള സിമ്പിൾ അല്ല ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സിമ്പിൾ തന്നെ ഉപയോഗിക്കാൻ പോവാണ്. u എന്ന് പറയുന്ന സിമ്പിളാണ് എഴുതിയത്. u e a prime of x prime എഴുതണം. അതായത് ഇത് ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ ആണ്. അത് എനർജി ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് e a prime ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പേസ് പാർട്ട് ഇൻറ്റു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട്, അതായത് സ്പേസ് ഡിപ്പെൻഡൻറ്റ് പാർട്ടും ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ വേവ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഇത് സ്റ്റേഷനറി സ്റ്റേറ്റിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 10 കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 11. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് equation number 10 in time equation number 8 എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. അതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് എക്സ് പ്രൈം എന്നുള്ളതിന് പകരം bra x prime ket a prime exponential minus I e a prime t by h cross is equal to minus h cross square divided by 2m del prime square into bra x prime ket x prime exponential minus I e a prime t by h cross plus v of x prime bra x prime ket a prime exponential minus I e a prime t by h cross. Okay, നമുക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈമാണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ എച്ച് ക്രോസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം എക്സ്പോണൻഷ്യൽ
minus I e a prime t by h cross into minus I e a prime by h cross is equal to minus h cross square divided by 2m. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഡെൽ പ്രൈം സ്ക്വയർ ഓഫ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം പ്ലസ് വി ഓഫ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എച്ച് ക്രോസും ഈ ഒരു എച്ച് ക്രോസും വെട്ടിപ്പോയി. ഐയും ഐയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ വന്നു, -1 വന്നു, -1ഉം -1ഉം +1 ആയി. സോ ദ റിസൾട്ട് വിൽ ബി bra x prime ket a prime e a prime into bra x prime into ket a prime into exponential minus I e a prime t by h cross is equal to minus h cross square divided by 2m del prime square of bra x prime ket a prime plus v of x prime bra x prime ket a prime bracket exponential minus I e a prime t by h cross. രണ്ട് സൈഡിലും you can put this as equation number 12. രണ്ട് സൈഡിലും ഈ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇ എ പ്രൈം, ഇതിനെ ഞാൻ ബ്രാ എക്സ് പ്രൈം കെറ്റ് എക്സ് എ പ്രൈമിനെ യു ഇ എ പ്രൈം ഓഫ് എക്സ് പ്രൈം is equal to minus h cross square divided by 2m del prime square into u e a prime of x prime plus v of x prime u e a prime of x prime, which is the time independent Schrodinger wave equation, which is the one of the famous celebrated time independent Schrodinger wave equation. Equation number 13 കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ആദ്യം ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കൂടി ഒന്ന് എഴുതാം. അത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് psi of x prime t is equal to minus h cross square divided by 2m del prime square plus v of x prime into psi of x prime t. ഇതാണ് നമ്മൾ എഴുതിയത്. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം. ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമിൽ വേവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. ഹിയർ ദ വേവ് ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഓൺലി. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുക. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ് യു ക്യാൻ റെപ്രസെൻറ്റ് psi of x prime t is equal to u e a prime of x prime exponential minus I e a prime t by h cross. അപ്പോൾ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ് പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ എനർജി ഐഗൻ വാല്യൂ അറിയാമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി റെപ്രസെൻറ്റ് ദ വേവ് ഫംഗ്ഷൻ, ദ ടോട്ടൽ വേവ് ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ
Schrodinger wave equation satisfies. It's a partial differential equation ആണ്. Schrodinger wave equation is a partial differential equation ആണ്. എല്ലാവർക്കും അറിയാം. ഇവിടെ 2-3 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -h² ഡിവൈഡഡ് ബൈ 2m del prime square ue prime of x prime plus b of x prime ue prime of x prime is equal to e a prime ue prime of x prime. നമ്മളിവിടെ എ പ്രൈം എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഒമിറ്റ് ചെയ്യാൻ പോവാണ്. എനർജി ഇ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇ എ പ്രൈം എന്ന് പ്രത്യേകിച്ച് എഴുതണ്ട, അത് ഒരു ഓപ്പറേറ്റർ എയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, വളരെ ലളിതമായിട്ട് ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനെ നമുക്ക് എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ആൻഡ് പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എക്സ് ആൻഡ് പി. അപ്പം അതേ രൂപത്തിൽ തന്നെ എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇ എ പ്രൈം എന്ന് നമ്മൾ പ്രത്യേകിച്ച് റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. എല്ലാം ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ആയിരിക്കും. എക്സും പിയുടെയും ഫംഗ്ഷനായിട്ടാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ജനറലി ആ എ പ്രൈം എന്ന് പറയുന്ന സിമ്പിളിന് വളരെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ദെൻ നമ്മൾ സപ്പോസ് വി ആർ കൺസിഡറിങ് ദ സിറ്റുവേഷൻ, സപ്പോസ് വി ആർ analyzing the situation, E is less than limit modulus x prime tends to infinity v of x prime. ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 14 ആണ്. ഓക്കെ, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു വിചാരിക്കുക. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ അതിലുണ്ടാവുന്ന പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് പൊട്ടൻഷ്യൽ വാളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്തരം ഒരു പൊട്ടൻഷ്യൽ വാളിൻ്റെ ഉള്ളിലാണ്, ഒരു പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ വാളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു വളരെ ഹൈ പൊട്ടൻഷ്യൽ ഒരു വാളിനെ ഓവർകം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ the appropriate boundary condition to be used is ഇങ്ങനെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേവ് ഫംഗ്ഷൻ ue of x prime tends to infinity as modulus x prime tends to infinity. നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ ഡിഗ്രി തലത്തിലൊക്കെ വേവ് ഫംഗ്ഷൻ്റെ ചില ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, നോർമലൈസ്ഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് it will tends to 0 as modulus x prime tends to infinity. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെ, ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ ആ മോഡുലസ് എക്സ് പ്രൈമിൽ ഇൻഫിനിറ്റിയിൽ മോഡുലസ് എക്സ് പ്രൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ വേവ് ഫംഗ്ഷൻ ഷുഡ് ഗോസ് ടു 0. ഇതാണ് ഈ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ വാൾ വരുമ്പോൾ ആ വെർട്ടിക്കൽ വാളിൽ വി എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസിൽ, അപ്പോൾ വി എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആവുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം 0. എങ്കിൽ മാത്രമേ നമുക്കത്
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിനെ ഒരു എന്താ പറയുക പാർട്ടിക്കിൾ ഒരു ബൗണ്ടഡ് റീജിയനിലാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം ആണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ we can say that the particle is confined within, ഇവിടെ വേവ് ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ വേവ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ അതായത് particle is confined within the finite region of space. Or particle is bound. Particle എന്ന് പറയുന്നത് is bound. പാർട്ടിക്കിൾ ബൗണ്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 14 സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട അപ്രോപ്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 16, നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്പർ 16 ആണ്. ഓക്കെ, അപ്പോൾ if suppose you want to solve this equation and if you are considering a situation like this, then the appropriate boundary condition must be used should be used is equation number 16. അപ്പോൾ appropriate boundary condition ഇതായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, if you want to find out a non-trivial solution of this equation, the non-trivial solutions of time independent Schrodinger wave equation number 14, time independent Schrodinger wave equation will be obtained only for discrete values of E. അതായത് എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ട് കയറ്റുന്ന, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലാതെ സർട്ടൻ വാല്യൂസ് മാത്രം പോസിബിൾ ആവുന്ന ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 14, അതായത് നമ്മളുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ സോൾവ് ചെയ്ത് ഉത്തരം കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ, എനർജി ലെവൽസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ദ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger wave equation is the quantization of energy eigenvalues. സോ എനർജി ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സൊല്യൂഷൻ, നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ എനർജി ഐഗൺ വാല്യൂസ് ഡിസ്ക്രീറ്റ് ആയിരിക്കണം. മാത്രമല്ല, വേവ് ഫംഗ്ഷൻ ഷുഡ് ഗോസ് ടു 0 ആസ് മോഡുലസ് എക്സ് പ്രൈം ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ രണ്ട് കണ്ടീഷൻസും ഇതിൽ നിന്ന് ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് ആണെന്നും എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നും നമുക്ക് പറയാം. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ എനർജി ലെവൽസ് ക്വാണ്ടൈസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം എന്താ, അത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ എക്സാക്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ എനർജി ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മൾക്കിതിൽ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.